السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا ما يذكر إلا أولو الألباب. നമ്മുടെ അക്കാഡമിക്സ് സംരംഭത്തിന്റെ തുടർച്ചയായ ക്ലാസ്സുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ പല ക്ലാസ്സുകളിലും മുത്താലയുടെ രീതികളും ഒക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിന്റെ തുടർച്ചയൊന്നോണം ഫിഖ്ഹിലെ മുത്താലയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വൈജ്ഞാനിക പുരോഗതിക്കും വളർച്ചക്കും മുത്താല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് സമയങ്ങൾ ഉപയോഗിച്ച് മുത്താല ചെയ്തുമ്പോഴാണ് നമുക്ക് വളർച്ച കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ക്ലാസ് നോട്ടിൽ ഇമാം ഷാറാനി തങ്ങളുടെ കവാക്കിബ് ദുർരിയയുടെ ഒരു ഇബാറത്ത് കാണാൻ കഴിയും. യംബഗി ഇക്സാറു മുതാലഅത്തിൽ ഫിഖ്ഹി ഖിലാഫൻ ലിമാ അലൈഹി ബഅദുൽ മുതസരിഫ. ഫിഖ്ഹിന്റെ കിതാബുകൾ പാരായണം ചെയ്യുന്നത് വർദ്ധിപ്പിക്കൽ അനിവാര്യമാണ്. ഖിലാഫൻ ലിമാ അലൈഹി ബഅദുൽ മുതസരിഫത്തി അല്ലദീന ലാഹത് ലഹും ബാരിഖത്തുൻ മിന ത്വരീഖ് ഫതറകു മുതാലഅതഹു വഖാലു ഇന്നഹു ഇജാബുൻ ജഹ്ലൻ മിൻഹും. മുതാല ഒരു മറയാണ്, തടസ്സമാണ്, നമുക്ക് വൈജ്ഞാനിക മുന്നേറ്റത്തിന് തടസ്സമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുതാല ഉപേക്ഷിച്ച ആളുകളുണ്ട്. മുതാലയുടെയും നമ്മുടെ വൈജ്ഞാനിക ചർച്ചകളുടെയും പ്രാധാന്യമാണ്. അതിനുശേഷം ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ശർഹ് മുസ്ലിമിലെ വാക്കിന്റെ ഭാഗം, മുദാക്കറത്തു ഹാദിഖിൻ ഫിൽ ഫന്നി സഅതൻ അൻഫഉ മിനൽ മുതാലഅത്തി വൽ ഹിഫ്ളി സഅതിൻ ബൽ അയ്യാമൻ. ഒരു വിജ്ഞാന ശാഖയിൽ നിപുണനായ ഒരാളോടുള്ള സംസാരവും വൈജ്ഞാനിക ചർച്ചയും അൻഫഉ മിനൽ മുതാലഅത്തി വൽ ഹിഫ്ളി സഅതിൻ, ഒരുപാട് മണിക്കൂറുകൾ മുതാല ചെയ്യുന്നതിന്റെയും മനഃപ്പാഠമാക്കുന്നതിനേക്കാളും ഉപകാരപ്രദമാണ്. ബൽ അയ്യാമൻ എന്നല്ല, ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരുപാട് ദിവസങ്ങളോളം മുതാല ചെയ്യുന്നതിനേക്കാൾ പ്രയോജനമുള്ള സംഗതിയാണ് ഒരു വിഷയത്തിൽ നിപുണനായ ഒരാളോട് വൈജ്ഞാനിക ചർച്ച നടത്തുന്നത്. ഇങ്ങനെയുള്ള ഈ വിജ്ഞാനം നമുക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തഖ്വ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജഅൽ ലക്കും ഫുർഖാന. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാനി തങ്ങൾ ഇർഷാദു ത്വാലിബീൻ ഇലാ മറാത്തിബിൽ ഉലമാഇൽ ആമിലീൻ എന്ന കിതാബിൽ പറഞ്ഞു, തഖ്വ മുഖേന കിട്ടുന്ന ഇൽമ് അത് വഹബിയായ ഇൽമല്ല, ലദുന്നിയായ ഇൽമല്ല, അത് മുക്തസബായ ഇൽമ് തന്നെയാണ്. പറഞ്ഞാൽ ഫഇന്ന തഖ്വ ജഅലഹ അല്ലാഹു തആല ത്വരീഖൻ ഇലാ ഹുസൂലി ഹാദൽ ഇൽം. ഈ ഇൽമ് കിട്ടാനുള്ള വഴിയാണ് തഖ്വ. ശരിയായ ചിന്തയും വിജ്ഞാനം കിട്ടാനുള്ള കാരണമായതുപോലെ, ആ നോക്കപ്പെടുന്ന വസ്തുവിനെ കുറിച്ച് അറിവ് കിട്ടാനുള്ള കാരണമായതുപോലെ തഖ്വ ഇൽമ് കിട്ടാനുള്ള ഒരു കാരണമാകും. ഇങ്ങനെ നമ്മൾ മുതാല ചെയ്ത് നമുക്ക് ലഭിക്കുന്ന ഇൽമുകൾ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ ജമ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവിടുത്തെ വാചകമായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു കവിത പലരും ഇമാം ഷാഫി തങ്ങളുടെ ഇതായിട്ടും ഇബ്നു ജൗസി അടക്കമുള്ള പലരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇയാനത്ത് ത്വാലിബീന്റെ 4-ാം വാള്യം തുടക്കത്തിൽ തലാഖിന്റെ ബാബിന്റെ തലാഖ് എന്ന പദം വിശദീകരിക്കുമ്പോൾ തലാഖ് ഖൈദ് എന്നതിന്റെ ഓപ്പോസിറ്റാണ് തലാഖ്. അപ്പൊ അവിടെ പറഞ്ഞു, അൽ ഇൽമു സയ്യിദുൻ വൽ കിതാബത്തു ഖൈദുഹു ഖയ്യിദ് സുയൂദക ബിൽ ഹിബാലിൽ വാസിഖ ഫമിനൽ ഹമാഖതി അൻ തസീദ ഗസാലതൻ വതഫുക്കഹാ ബൈനൽ ഖലായിഖി താലിഖ. നീ നേടുന്ന വിജ്ഞാനം അത് സയ്യിദുൻ, വേട്ടയാടപ്പെട്ട മൃഗത്തെ പോലെയാണ്. വൽ കിതാബത്ത് ഖൈദുഹു, അതിനെ കെട്ടിയിടാനുള്ള കയറ്
അത് എഴുതി വെക്കലാണ്. ഖയ്യിദ് സുയൂദക ബിൽ ഹിബാലിൽ വാസിഖ, ഉറപ്പുള്ള കയറുകളെ കൊണ്ട് നീ വേട്ടയാടിയ മൃഗത്തെ നീ കെട്ടിയിടണം. അതിനൊരു ഉപമ പറഞ്ഞു, ഫമിനൽ ഹമാഖതി അൻ തസീദ ഖസാലതൻ വതുഫക്കഹ ബൈനൽ ഖലായിഖി താലിക. നീ ഒരു മാൻപേടയെ വേട്ടയാടി പിന്നെ അതിനെ കെട്ടിയിടാതെ ജനങ്ങൾക്കിടയിൽ അയച്ചുവിടുന്നത് വലിയ വിഡ്ഢിത്തം തന്നെയല്ലേ? അതുപോലെയാണ് സമ്പാദിച്ച ഇൽമുകൾ അത് എഴുതി വെക്കുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നാണ് മഹാനവർകൾ അതിലൂടെ നമ്മെ ഉണർത്തുന്നത്. അത് ഒന്നുകൂടി വിശദീകരിച്ച് മറ്റൊരു കവിത അതിന്റെ താഴെ കാണാം. ഖയ്യിദ് ബിഖത്തിക മാ അബ്ദാഹു ഫിക്റുക മിൻ നതായിജ തുഅജിബുൽ ഹുദാഖ വൽ ഫുളല ഫമാ നതായിജു ഫിക്രിൽ മർഇ ബാരിസതൻ ഫീ കുല്ലി വഖത്തിൻ ഇദാ മാ ശാഅഹ ഫിഅല. നമ്മൾ ഓരോ സമയത്തും നമുക്ക് നല്ല നല്ല ചിന്തകൾ ഉണ്ടാകും, ഒരുപാട് പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷെ അത് എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണം എന്നില്ല, എല്ലാ സമയത്തും ആ രൂപത്തിലുള്ള നല്ല ചിന്ത വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വരുന്ന ആശയങ്ങൾ, നമ്മുടെ മനസ്സിൽ വരുന്ന അങ്ങനത്തെ ആശയങ്ങളെല്ലാം എഴുതി വെക്കണം. ഇത് മുതാല ചെയ്ത് ലഭിക്കുന്ന ഇൽമുകൾ, ഉസ്താദ്മാരിൽ നിന്ന് കിട്ടുന്ന ഇൽമുകൾ അങ്ങനെ എഴുതി വെക്കണമെന്നതിനെ കുറിച്ചുള്ള വിശദീകരണം തന്നെയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്? അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ്. നമ്മുടെ കിതാബുകൾ, നമ്മുടെ കയ്യിലുള്ള കിതാബുകളാണെങ്കിൽ അതിലെ ചട്ടയിൽ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പേജ് നമ്പർ സഹിതം എഴുതി വെക്കുക എന്നുള്ളത്. അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുകയും അതുപോലെ തന്നെ വലിയ സ്ഥാപനങ്ങൾ, പഴയ മർക്കസ് പോലത്തെ അല്ലെങ്കിൽ പഴയ സ്ഥാപനങ്ങളിലും അതുപോലെ ലൈബ്രറികളിലൊക്കെ ഉള്ള കിതാബുകളിൽ അങ്ങനെ എഴുതി വെച്ചത് പിൽക്കാലക്കാർക്ക് വലിയ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വർഷമുള്ള ആളുകൾ നോക്കിയ ആളുകൾക്ക് അങ്ങനെ എഴുതി വെക്കുമ്പോൾ, പ്രധാനപ്പെട്ടത് എഴുതി വെക്കുമ്പോൾ പിൽക്കാലത്തുള്ള ആളുകൾക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഒരു റിസാലയായിട്ടോ ഒരു നോട്ട് ബുക്കായിട്ടോ ഓരോ വിഷയങ്ങൾക്ക് വ്യത്യസ്ത നോട്ട് ബുക്കുകളിൽ എഴുതി വെക്കുക എന്നുള്ളത്. പല ആലിമീങ്ങളും അങ്ങനെ ഓരോ വിഷയങ്ങൾ ചെറിയ ചെറിയ റിസാലകൾ എഴുതി വെക്കുകയും പിന്നെ ഓരോ ഫായിദകൾ കിട്ടുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി പല ആലിമീങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി കിതാബുകൾ എങ്ങനെയാണ് മുത്താല ചെയ്യേണ്ടത്? നമുക്ക് എല്ലാ വാക്കിന്റെ അർത്ഥവും ചിലപ്പോൾ അറിഞ്ഞോണമെന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ വാക്കിന്റെ അർത്ഥം കിട്ടാതെ അവിടെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ പലപ്പോഴും മുത്താല മുന്നോട്ട് പോകില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ വായിച്ചു നോക്കുന്നു. അതിന് ശേഷം കിട്ടാത്ത പുതിയ വാക്കുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കണ്ടെത്തി അങ്ങനെ അതൊന്നുകൂടി വീണ്ടും മുത്താല ചെയ്ത് വായിച്ചു നോക്കുന്നു. അപ്പോൾ നമുക്ക് ആ ആശയം ശരിയായ രീതിയിൽ ഉരുത്തിരിഞ്ഞു വരും. ഇനി ഗ്രന്ഥവായനയിൽ മുത്താലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏത് വിജ്ഞാന ശാഖയാണോ ബന്ധപ്പെട്ട കിതാബാണ് നമ്മൾ വായിക്കുന്നത് അതിന്റെ ഇസ്തിലാഹാത്തുകൾ നമ്മൾ അറിയുക. കഴിഞ്ഞ പല ക്ലാസ്സുകളിലും വിശദമായി ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഗ്രന്ഥവായന രീതിശാസ്ത്രം, ഏതൊരു വിജ്ഞാന ശാഖയിലും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങളും പ്രയോഗങ്ങളും ഉണ്ടാകും. അത് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അത് അറിയാത്തവനെ അവിടെ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കുന്നതാണ്. അത് അറിയാത്തവന് അവിടെ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കും. അപ്പൊ ഇസ്തിലാഹാത്തുകൾ ഫിഖ്ഹാണെങ്കിൽ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇസ്തിലാഹാത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾക്ക് പലതും അറിയുന്നതാണ്. ഉദാഹരണമായിട്ട് ഒരു മസല പറഞ്ഞു, അവിടെ ലാക്കിൻ പറഞ്ഞു, അല്ലെ ലാക്കിൻ കമയും കൂടി പറഞ്ഞു. അപ്പൊ അവിടെ ഏതാണ് പ്രബലമായത്? ലാക്കിൻ ഉണ്ടെങ്കിൽ ആ ലാക്കിന്റെ കൂടെ പറഞ്ഞതായിരിക്കും. കമയും കൂടി ഉണ്ടെങ്കിൽ കമയുടെ കൂടെ പറഞ്ഞതായിരിക്കും പ്രബലമായ അഭിപ്രായം. കമയില്ലാതെ വെറും ഒരു മസല പറഞ്ഞിട്ട് പിന്നെ ലാക്കിൻ എന്ന് പറഞ്ഞ ഒരു അഭിപ്രായം പറയാം, ലാക്കിന് ശേഷമുള്ളതായിരിക്കും പ്രബലം. അവിടെ ഫതാവ ഇബ്നു ഹാബിലിൽ നിന്ന് ഒരു ഇസ്തിലാഹിന്റെ പദം, ഒരു ഉപയോഗം ഞാൻ അവിടെ ചേർത്തിട്ടുണ്ട്. വമിൻ ഇസ്തിലാഹാതിഹിം അന്നൽ മുസന്നിഫ ഇദാ ഖററ ഹുക്മൻ ثم عقبه بقوله مثلا وقال جمع كذا فاعتماده الاول والثاني للاخبار بالخلاف. ഒരു മുസന്നിഫ് ഒരു ഹുക്മ് പറയുകയും അതിനുശേഷം വഖാല ജംഉ കഥ അല്ലെങ്കിൽ വഖാല ഇമാം നവവി കഥ പോലെയുള്ള വാചകങ്ങൾ പറഞ്ഞാൽ ആദ്യം പറഞ്ഞതായിരിക്കും പ്രബലം. വസാനി ലിൽ ഇഖ്ബാരി ബിൽ ഖിലാഫ്, അവിടെ ഇങ്ങനെ ഒരു ഖിലാഫ് ഉണ്ട് ആ ഇമാമിന് അല്ലെങ്കിൽ ആ ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു ഖിലാഫ് ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വഖാല ജംഉ കഥ അല്ലെങ്കിൽ വഖാല ഇമാം നവവി കഥ എന്ന് പറയുന്നത്. അതേസമയം ആദ്യം ഒരു മസല പറഞ്ഞു, പിന്നെ വേറെ ഇമാം ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഇതാണ് പ്രബലം എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ ആ പ്രബലം എന്ന് പറഞ്ഞതായിരിക്കും എന്നത് വ്യക്തമാണല്ലോ.
ഇനി ഓരോ വിജ്ഞാന ശാഖക്കും അതുപോലെ തന്നെ അതിലെ ഓരോ ഗ്രന്ഥങ്ങൾക്കും അതിൻ്റെതായ ശൈലിയും ലക്ഷ്യങ്ങളും ഉണ്ടാകും. ഫിഖഹിൻ്റെതായ ലക്ഷ്യങ്ങളും ആ ഫിഖഹിന്റെ ഓരോ കിതാബുകളും നമ്മൾ ഓതുന്ന ഓരോ കിതാബുകളിൽ മുത്താല ചെയ്യുന്ന ഓരോ കിതാബുകൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. എല്ലാം ഒരേ രീതിയിൽ ആകണമെന്നില്ല. ഉദാഹരണം ഷർഹുൽ മഹല്ലി അലിൽ മിൻഹാജ്. മഹല്ലിയുടെ പ്രത്യേകത അത് ഒരു മാത്തിനിന്റെ ഇബാറത്തുകളെ എങ്ങനെയാണ് കൃത്യമായി ഹല്ല് ചെയ്യേണ്ടത് എന്നതാണ്. ആ ഇബാറത്ത് ഹല്ല് ചെയ്യുകയും അതിൽ ഉൾക്കൊള്ളുന്ന മസ്അലകളുടെ തെളിവുകൾ പറയുകയും അതിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുകയും ആ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഓരോരുത്തരുടെയും തെളിവുകൾ പറഞ്ഞ് പ്രബലമല്ലാത്ത തെളിവുകളെ ഗണ്ണിക്കുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമാണ് ഇമാം മഹല്ലി തങ്ങൾ ഷർഹുൽ മിൻഹാജിന്റെ ഷർഹിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് നോക്കാൻ പറ്റിയ നല്ല കിതാബാണത്. എന്നാൽ അതിൽ പറഞ്ഞ എല്ലാ അഭിപ്രായങ്ങളും ഓരോ വിഷയത്തിനും ഒരുപാട് കൗലുകൾ ഉദ്ധരിച്ചിട്ടുണ്ടാകും. എല്ലാം അവനെ പറ്റിക്കൊള്ളണമെന്നില്ല. തർശീഹിൽ ബാബുൽ ജുമയുടെ തുടക്കത്തിൽ ജുമാ ഫർദ് കിഫായാണോ ഫർദ് ഐനാണോ എന്ന ചർച്ചയിൽ തർശീഹില് അവിടെ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫത്ഹുൽ മുഈന്റെ ശൈലി പ്രധാനമായിട്ടും പ്രബലമായത് പറയുകയും ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ എടുക്കാൻ വ്യത്യസ്ത മദ്ഹബുകളും നമ്മളെ മദ്ഹബ് തന്നെ മുഖ്താറായ അഭിപ്രായങ്ങളും ഉദ്ധരിക്കുന്ന ഒരു രീതിയാണ് അതിലുള്ളത്. ഇനി മുത്താലയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് മസലകളുടെ മദാനുകൾ അറിയുക. ഓരോ മസലയും ഏത് സ്ഥലത്താണ്. ഉദാഹരണം, നമ്മളൊരു മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അത് ഹദിയ ചെയ്യുന്നതിന്റെ മസല അതെവിടെയാണ് ചർച്ച ചെയ്യുക. ഫത്ഹുൽ മുഈനിൽ ഇജാറത്തിന്റെ ബാബിലും ആ ചർച്ചയുണ്ട്, വസിയ്യത്തിന്റെ ബാബിലും ഉണ്ട്. അപ്പൊ ചിലപ്പോൾ രണ്ട് ബാബുകളിൽ വ്യത്യസ്ത ബാബുകളിൽ ഒരേ വിഷയം ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഫത്തുൽ മുഈനും തൂഫയൊക്കെ മുത്താല ചെയ്യുമ്പോൾ ഫത്തുൽ മുഈന്റെ ഓർഡർ ആക്കണമെന്നില്ല. തൂഫയിൽ പല ബാബുകളും നിസ്കാരം നിർബന്ധമാകലുമായി ബന്ധപ്പെട്ട പല മസലകളും പറഞ്ഞിരിക്കുന്നത് അത് ഫത്തുൽ മുഈനിലെ 2-ാം വാള്യത്തിൽ മറ്റൊരു സ്ഥലത്താണ്. അങ്ങനെ അതുപോലെ തന്നെ നേർച്ചയുടെ ബാബ്, അറവിന്റെ ബാബ്, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട ഉടനെയാണ് ഫത്തുൽ മുഈനിൽ പറഞ്ഞത്. തൂഫയിൽ മറ്റൊരു സ്ഥലത്താണ്. അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളിലും ഏത് ഭാഗത്താണ് അത് പറയാൻ സാധ്യതയുള്ളത്, അതിന്റെ ശൈലി എങ്ങനെയാണ് എന്നറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുറഞ്ഞ സമയങ്ങളെ കൊണ്ട് ആ സ്ഥലം തുറന്ന് കണ്ടെത്താനും കൂടുതൽ സമയം ചെലവഴിക്കാതെ അത് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ഇനി ഇൽമുൽ ഫിഖ് അത് പഠിക്കുന്നതിന്റെ ഹുക്മ് അത് മിക്കവാറും ഫർദ് കിഫായ, നമ്മൾ ഫർദ് ഐനും ഫർദ് കിഫായമാണ്. നമ്മൾ ഏതൊരു സംഗതിയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാകൽ നിർബന്ധമായത് കൊണ്ട് അത് ഫർദ് ഐനാണ്. നമ്മളിപ്പോൾ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കാത്ത അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഫർദ് കിഫായയാണ്. അവിടെ പ്രധാനപ്പെട്ട ചില ഇബാറത്തുകൾ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് തൂഫയില്. ഇന്നമൽ വാജിബ് ഐനൻ ഇന്നമാ ഹുവ തഅല്ലുമുൽ ലവാഹിരി ലാ ഗൈറു. ലാഹിറായ മസ്അലകൾ പഠിക്കലാണ് ഫർദ് ഐനായത്, അല്ലാത്തത് ഫർദ് ഐനല്ല. ലാഹിറായത് പഠിക്കലാണ്. അതുകൊണ്ട് അല്ലാത്തതിൽ നമുക്ക് ഉദറുണ്ടാവും. ലാഹിറല്ലാത്ത പല മസലകളിൽ പല മസലകളിൽ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പറഞ്ഞിട്ടുണ്ടാകും ഇത് അവാമിന് ലാഹിറായല്ല ഖഫിയായ മസലകളാണ്, അതുകൊണ്ട് അതിൽ അറിഞ്ഞില്ലെങ്കിൽ അളവുണ്ടാകുന്നത്. അൽ ഫവായിദുൽ മക്കിയയിൽ ഫിഖ് പഠിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു. ലാ യജൂസു ലി അഹദിൻ അൻ യുഖദ്ദിമ അലാ അംരിൻ ഹത്താ യഅലമ ഹുക്മ അല്ലാഹി ഫീഹി. ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഹുക്മ, അള്ളാഹുവിന്റെ ഹുക്മ എന്താണെന്ന് അറിയാതെ അതിലേക്ക് ഇറങ്ങൽ ജായിസ് അല്ല. ഇനി ഷാഫി മദ്ഹബിലെ ചില കിതാബുകൾ, നമുക്ക് പരിചയമുള്ള പല കിതാബുകളും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് അൽ മജ്മൂ ഇമാം നവവി തങ്ങളുടെ ഷർഹുൽ മുഹദ്ദബ്. നമ്മുടെ മദ്ഹബിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അതിന്റെ പ്രമാണങ്ങളും തെളിവുകളും പലപ്പോഴും വേറെ പല മദ്ഹബുകളുടെയും അഭിപ്രായങ്ങളും ഉദ്ധരിക്കുന്ന ഒരു കിതാബാണ്. സ്വാഭാവികമായും മറ്റു മദ്ഹബുകളെ ഉദ്ധരിക്കുമ്പോൾ അത് ആ മദ്ഹബിൽ പ്രബലം തന്നെയാണോ എന്നുള്ളത് ആ മദ്ഹബിന്റെ കിതാബുകളിൽ അതിന്റെ ഇസ്തിലാഹ് അനുസരിച്ച് നോക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ ഇആനത്തു ത്വാലിബീൻ ഫത്ഹുൽ മുഈൻ, അതിന്റെ ഷർഹുകളിൽ ഇബാറത്ത് ഉദ്ധരിക്കുന്ന സമയത്ത് പലപ്പോഴും എവിടെ നിന്നാണ് ഉദ്ധരിക്കുന്നതെന്ന് ചേർത്ത് കൊള്ളണമെന്നില്ല. പക്ഷെ അത് തൂഫയിലോ ഫത്ഹുൽ ജവാദിലോ അല്ലെ പ്രധാനപ്പെട്ട പല കിതാബിൽ നിന്നും ആയിരിക്കും. അങ്ങനെ പറയാത്തൊരു ശൈലിയാണ് ഇആനത്തു ത്വാലിബീനുള്ളത്. അതേസമയം എവിടെ നിന്നാണ് നാം ഉദ്ധരിച്ചത് എന്ന് പറയുന്ന ശൈലിയാണ്
തർശീഹിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമാം മഖ്ദൂം തങ്ങളുടെ റഹ്മത്തുള്ളാഹി അലൈഹി അൽ അജീബത്തുൽ അജീബ അനിൽ അസ്ഇലത്തുൽ ഗരീബ. ഫത്വ ഓതുമ്പോഴൊക്കെ എപ്പോഴും അത്യാവശ്യമുള്ള ഒരു കിതാബാണ്. കാരണം ഷെയ്ഖുന ഫത്വ കൊടുത്തു, ഫതാവയിൽ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആശയക്കാര് അത് മുസന്നിഫിന്റെ ഫതാവയിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കിതാബുകളൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അജീബത്തുൽ അജീബയിൽ നമുക്ക് കാണാൻ കഴിയും. ഫത്വയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഫിഖ്ഹിലെ ഇഖ്തിലാഫുകളുമായി ബന്ധപ്പെട്ട് ചെറിയ വിനീതൻ രചിച്ച ചെറിയൊരു റിസാലയാണ് അൽ മസായിൽ അല്ലത്തി ഖാലഫ ഫിഹാ സാഹിബു ഫത്ഹുൽ മുഈൻ ശൈഖുഹു ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹു തആല. അതിന്റെ ശേഷം ബുശ്റൽ കരീം ബിശർഹി മസാഇൽ തഅലീം അൽ മശ്ഹൂർ ബിൽ മുഖദ്ദമത്തിൽ ഹദറമിയ്യ. ബുശ്റൽ കരീം വളരെ ചെറിയ ഒറ്റ വാള്യമുള്ള കിതാബാണെങ്കിലും അതിൽ പ്രധാനപ്പെട്ട മസലകളൊക്കെ പറയുകയും വളരെ ഷോർട്ടായി പറയുകയും ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഇമാമിൽ ഖിലാഫ് ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുകയും ചെയ്യും. എന്താ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ വിപരീതമായ മറ്റൊരു അഭിപ്രായമാണ് റബീ ഇമാമിനുള്ളത് എന്നും, എന്താ മുർ എന്ന് പറഞ്ഞാൽ നേരെ വിപരീതമായ അഭിപ്രായമാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഉള്ളത് എന്നും അവിടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ബിഖിയ ഷാഫി മദ്ഹബിലെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വ്യത്യസ്തമായ ഫത്വകളുടെ സമാഹാരം കൂടിയാണ് ബിഖിയ. അത് നമുക്ക് ഷാഫി ഫിഖ് മനസ്സിലാക്കുന്നതിന് വളരെ പ്രയോജനപരമായ കിതാബാണ്. അതിൻ്റെ ഒക്കെ നല്ല 3 വാള്യങ്ങളുള്ള കിതാബുകൾ, അതിൻ്റെയും ബിഖിയയുടെയും അതുപോലെ തർശീഹിന്റെയും ഒക്കെ നല്ല ടിപ്പണിയുള്ള കിതാബുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട നല്ലിക്കുത്ത് ഉസ്താദിന്റെ ഫിഖ്ഹു സുന്ന ആധുനികമായ വിഷയങ്ങൾ ഫിഖ്ഹു നവാസിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും അഹ്ലുസുന്നയും പുത്തനാശയക്കാരും തമ്മിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഫിഖ്ഹു സുന്ന. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളുടെ മറാജിയായിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താം. ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഖവായിദുകളും ഇസ്തിലാഹുകളും പഠിക്കുക എന്നുള്ളത്. ഖവായിദുമായി ബന്ധപ്പെട്ട ചില കിതാബുകളാണ് സയ്യിദ് ഇമാമിന്റെ അൽ അസ്ബാഹു വൻ നവായിർ, അതുപോലെ സുബ്കി ഇമാമിനുണ്ട് അതിന്റെ മുഖ്തസറായ ഇശ്ബാഉൽ ബസായിർ, അതുപോലെ സുൽത്താനുൽ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഖവായിദുൽ കുബറ. അതുപോലെ ഇസ്തിലാഹുകൾക്ക് ഒരു ഫിഖ് ആ കിതാബിൽ പറഞ്ഞത് മസ്അല എങ്ങനെയാണ്, ഏത് മസലയാണ് പറഞ്ഞത്, ആ മസലയിൽ ഏത് ഹുക്കുമാണ് പ്രബലപ്പെടുത്തിയത് എന്ന് കൃത്യമായി മനസ്സിലാണെങ്കിൽ ഇസ്തിലാഹ് നമുക്കറിയാൻ അത്യാവശ്യമാണ്. ഇസ്തിലാഹ് അറിഞ്ഞില്ലെങ്കിൽ എന്താണ് മുസന്നിഫ് അവിടെ പ്രബലപ്പെടുത്തിയത്, മുസന്നിഫിന്റെ അഭിപ്രായം എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പൊ അതിന് വളരെ ഉപകാരപ്പെടുന്ന ചില കിതാബുകളാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുഹിയുസ്സുന്ന വന്മള ഉസ്താദിന്റെ തഹ്ഖീഖുൽ മത്ലബ് ബിതഅരീഫ് മുസ്തലഹുൽ മദ്ഹബ്, അതുപോലെ ദിറാസ ശഹിയ ലി മുസ്തലഹാത്തിൽ മദാഹിബിൽ ഫിഖ്ഹിയ്യ, കൈപ്പറ്റ ഉസ്താദിന്റെ റിസാലത്തു തംബീഹ്, തൊട്ടുമും ബഹുമാനപ്പെട്ട 1266 വഫാത്തായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുസൈൻ ബൽ ഫഖീഹ് തങ്ങളുടെ മത്ലബുൽ ഐഖാൽ അൽ ഫവായിദുൽ മക്കിയ്യ, നമ്മുടെ തർശീഹിന്റെ തുടക്കത്തിൽ ഈ ഷാഫി ഫിഖ്ഹിന്റെ ഇസ്തിലാഹുകളും നമ്മുടെ ഓരോ കിതാബുകളും ഏതിനാണ് പ്രബലം കൊടുക്കേണ്ടത്, ഒരു ഇമാമിന്റെ തന്നെ ഇമാം നവവി തങ്ങളുടെ തന്നെ കിതാബുകൾ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഏതിനെയാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന വിശദമായ ചർച്ചയും ഇസ്തിലാഹുകളും ഒക്കെ തർശീഹിന്റെ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഫിഖ്ഹ് നമുക്ക് കഴിവുണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഹിയുസ്സുന്ന ഉസ്താദ് എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ഫത്വകൾ മുതാല ചെയ്യുക. ഫത്വകൾ മുതാല ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഉത്തരം അറിയാനുള്ള ഒരു താല്പര്യവും ആകാംക്ഷയും ഉണ്ടാവുകയും നമ്മൾ ആ ഉത്തരം കണ്ടെത്തുകയും അത് നമ്മുടെ മനസ്സിൽ പതിയാനൊക്കെ കാരണമാകും. ചില ഫത്വകളുടെ പേരുകളവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില വേറെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, പിന്നെ അതുപോലെ ഹൈദുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ, ഖുറൂജുന്നിസ്സാ, അതുമായി ബന്ധപ്പെട്ട ചില കിതാബുകളുടെ പേരുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഹക്കാമുൽ ഹൈദുമായി ബന്ധപ്പെട്ട ഈ കിതാബുകൾ ഇപ്പോൾ ഈ ഇസ്തിഹാദത്ത്, പിന്നെ അങ്ങനെ അതിൻ്റെയൊക്കെ വ്യത്യസ്തമായ രീതികളുണ്ടാവും. വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്ന ഈ കിതാബുകൾ 3 കിതാബുകളാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്നൽ മദാഹിബ ലാ യംബഗി അഖ്ദുഹാ ഇല്ലാ മിൻ അർബാബിഹ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണത്. ഒരു മദ്ഹബ് അതിന്റെ ആളുകളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം ഖുർദി തങ്ങൾ അവിടുത്തെ ഫത്താവയിൽ ബാബുൽ ഖസ്ബിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് 4 മദ്ഹബുള്ള കിതാബുൽ ഫിഖ്ഹി അൽ മദാഹിബുൽ അർബഅ
അതുപോലെ തന്നെ അൽ മൗസുഅത്തുൽ ഫിഖ്ഹിയ്യ അൽ കുവൈത്തിയ പോലത്തെ വ്യത്യസ്ത മദ്ഹബുകൾ ചർച്ച ചെയ്യുന്ന കിതാബുകൾ, അവിടെ ആ മദ്ഹബിലെ പ്രബലം തന്നെയാണോ അത് എന്ന് നമ്മൾ നോക്കണം. അത് നോക്കണമെങ്കിൽ നമുക്ക് ആ മദ്ഹബിൽ പഠിച്ച ശരിയായ ഒരു ഷെയ്ഖിൽ നിന്ന്, ആ മദ്ഹബ് പഠിച്ചവരിൽ നിന്നാണ് ശരിക്കും ആ മദ്ഹബ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആ മദ്ഹബും അത് മദ്ഹബിന്റെ ഇസ്തിലാഹ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. എന്നാൽ മാത്രമേ ആ മദ്ഹബിൽ പ്രബലം തന്നെയാണോ എന്ന് അറിയൂ. അല്ലെങ്കിൽ ആ മദ്ഹബിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. ഫത്തുൽ മുഈനിൽ ഇന്ന മദ്ഹബിൽ ഇങ്ങനെ അഭിപ്രായം ഉണ്ട്, ഇങ്ങനെ മദ്ഹബിൽ അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആ മദ്ഹബിൽ അങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് കിട്ടും. അത് അവരുടെ അടുക്കൽ പ്രബലം തന്നെയാണോ? അബൂ ഹനീഫ ഇമാമിന് ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ടാവും, റിവായത്തുകൾ ഉണ്ടാവും. അത് പ്രബലം അത് തന്നെയാണോ? മാലിക് റളിയല്ലാഹു അൻഹു വ്യത്യസ്ത റിവായത്തുകൾ ഉണ്ടാവും. അപ്പൊ അതറിയണമെങ്കിൽ ആ മദ്ഹബിന്റെ ആളുകളിൽ തന്നെ, ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ പഠിക്കുകയും ഇസ്തിലാഹ് അനുസരിച്ച് നോക്കി പഠിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഇനി നമ്മൾ കിതാബുകൾ നോക്കുന്ന സമയത്ത് പല വിഷയങ്ങളും, ചില വിഷയങ്ങൾ എല്ലാ കിതാബിലും കണ്ടോണമെന്നില്ല, ഒരു കിതാബിൽ മാത്രമേ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിച്ചത് അവർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അത് പ്രബലല്ല എന്ന് മനസ്സിലാക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകം മിൻ മസ്അലത്തിൻ ലാ യദ്കുറുഹാ ഔ യഅതമിദുഹാ ഇല്ലാ വാഹിദുൻ. ചിലപ്പോൾ എത്രമാതിരി മസലകളാണ്, ചിലപ്പോൾ ഒരാളെ അത് പറയുള്ളൂ, അല്ലെങ്കിൽ ഒരാളെ അത് പ്രബലപ്പെടുത്തുള്ളൂ. വയകൂനു മാ ഖാലഹു ഫിഹാ ഹുവൽ മുഅ്തമദ. അവർ പറഞ്ഞായിരിക്കും പ്രബലം. ഫതാവൽ കുബ്രയുടെ ഇബാറത്താണ്. അതുപോലെ തന്നെ ഷെയ്ഖാനി എല്ലാ മസലകളും പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട നവവി ഇമാമും റാഫി ഇമാം എല്ലാ മസലകളും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിൽക്കാലക്കാരായിരിക്കും പല മസലകളും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ അതുകൊണ്ട് ഷെയ്ഖാനി പറഞ്ഞിട്ടില്ല, പിൽക്കാലക്കാരെ പറഞ്ഞ മുതാഖിങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുകൊണ്ട് ഷെയ്ഖാനി പറഞ്ഞതിന് വിരുദ്ധമല്ലെങ്കിൽ, നവവി ഇമാം പറഞ്ഞാലുള്ള മദ്ഹബിലെ പ്രബലം, അപ്പൊ അതിന് വിരുദ്ധമല്ലെങ്കിൽ അത് പ്രബലം എന്നല്ല എന്ന് മനസ്സിലാക്കേണ്ടതില്ല. ഫതാവ ഉമറുൽ ബസരിയുടെ ഇബാറത്താണ്, വഅദമു ദിക്രി ശൈഖൈനി ഗൈറു ഖാദിഹിൻ لأنهما لم يلتزما എന്നാണ് ഇബാറത്ത്. لأنهما لم يلتزما استيعاب المذهب وكم من فرع في كتب المتقدمين خرج عنه كتب الشيخين. ഷെയ്ഖൈനയുടെ കിതാബില്ലാത്ത ശേഷമുള്ള മുത്തഖദ്ദിമീങ്ങളുടെ പല കിതാബുകളിലും, മുത്തഖദ്ദിമീങ്ങൾ പറഞ്ഞ പല വിഷയങ്ങളും ഫറഉകളും അത് ഷെയ്ഖൈനയുടെ കിതാബിലില്ല. ഷെയ്ഖൈനയുടെ മുമ്പുള്ള പല ഇമാമികളുടെ പല വിഷയങ്ങൾ നവാസിലൊക്കെ വരുന്ന സമയത്ത്, പല പുതിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് പലപ്പോഴും ഷെയ്ഖൈനയുടെ കിതാബിലോ പിൽക്കാലക്കാരുടെ കിതാബിലോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവില്ല. അതേസമയം മുൻകാലക്കാരുടെ കിതാബുകളിൽ ഉണ്ടാവും. അപ്പൊ ഷെയ്ഖൈനിക്ക് മുമ്പുള്ളത് അവലംബിക്കാൻ പാടില്ല, തീരെ നോക്കാൻ പാടില്ല എന്ന അർത്ഥത്തിനല്ല. ഷെയ്ഖാനി പറഞ്ഞതിനോട് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ അവിടെ ഷെയ്ഖാനി പറഞ്ഞതായിരിക്കും, അതിൽ തന്നെ നവവി ഇമാം പറഞ്ഞതായിരിക്കും പ്രബലം എന്നാണ്. ഇനി മറ്റൊരു വിഷയമാണ്, നമ്മളൊരു വിഷയം നോക്കുമ്പോൾ ഒറ്റ കിതാബ് മാത്രം നോക്കി നിർത്താൻ പാടില്ല. അപ്പോൾ എല്ലാ കിതാബിലും പറയില്ല. അപ്പൊ ഒരു മസലയുടെ തന്നെ എല്ലാ വിശദീകരണവും എല്ലാ കിതാബിലും പറയില്ല. അപ്പോൾ ഒരു വിഷയത്തിന് നമ്മൾ ഒരു കിതാബ് മാത്രം നോക്കി ചുരുക്കാതെ വ്യത്യസ്ത കിതാബുകൾ നോക്കേണ്ടതാണ്. അത് ഞാൻ ഇബാറത്ത് വായിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അൽ-ഇഅ്ലാം ബിഖവാതിഇൽ ഇസ്ലാം എന്ന കിതാബിന്റെ ഇബാറത്താണ് ഇവിടെ. പിന്നെ നമ്മൾ മുത്താലയിൽ ശ്രദ്ധിക്കേണ്ട പല വിഷയങ്ങളും, ഇന്ന് എഐയും ജെമിനിയും അങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇന്ന വിഷയം കൊടുത്തുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ ഇല്ലാത്ത ഇബാറത്തുകൾ ഓരോ കിതാബിന്റെ പേരിൽ പേജ് നമ്പർ വാല്യ അടക്കം വരും. പക്ഷെ അങ്ങനെ ആ കിതാബിൽ ആ വിഷയം ഉണ്ടാവില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ ആധുനികളായ ആളുകൾ എഴുതിയ വിഷയങ്ങളിലൊക്കെ നമ്മുടെ മുൻഗാമികൾ ഇമാമുകൾ എഴുതിയ ആ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റു ആശയക്കാരുടെ രചനകൾ വായിക്കുമ്പോൾ അതിലുണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ച് ഉള്ള ചില ഇബാറത്തുകളോട് കൊടുത്തിട്ടുണ്ട്. അവസാനിപ്പിക്കാൻ പോവാണ്. ഒന്ന്, കിതാബുകളുള്ള അദബ് നമ്മുടെ ഇൽമിന് വളരെ പ്രധാനമാണ്. കിതാബുകൾ വെക്കുന്നതിലുള്ള ആ തർത്തീബും ആദരവും, അടയാളം വെക്കുമ്പോൾ പേജ് മടക്കി വെക്കാതിരിക്കുക പോലത്തെ കാര്യങ്ങൾക്കും ഇത് ഫതാവൽ ഹദീഫിയ 230-ലും അൽ-അജീബത്തുൽ അജീബയിലെ 7ാമത്തെ ചോദ്യോത്തരത്തിലും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഗ്രന്ഥങ്ങൾ മാത്രം അവലംബിച്ച് മുതാല ചെയ്ത് നമ്മൾ ഒരു അറബി ഭാഷ കഴിവുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ആ വിഷയം ഫിഖ് മനസ്സിലാക്കണം കഴിയില്ല. ആ വിഷയം നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഇമാമിങ്ങൾ വളരെ കർശനമായി പറഞ്ഞ, വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തിയ വിഷയമാണത്. ഇന്നമൽ ഇൽമു മാ യുദ്റകു ബിൽ അഖ്ദി അനിൽ മശായിഖ് ഫമൻ കാന ശൈഖുഹു അൽ കിതാബ ഫഖതഉഹു അക്സറ മിന സവാബ്. അതുപോലെ ഇമാം ഖുർദിയുടെ ഇബാറത്തും നവവി ഇമാമിന്റെ ഇബാറത്തും ഫതാവൽ കുബറയുടെയും ഫവായിദുൽ മക്കിയയുടെയും പേജ് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് റഫർ ചെയ്യാവുന്നതാണ്.
ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇടപെടാവുന്നതാണ്.